അവിടെയുള്ള പേശികൾക്ക് വീക്ക്നെസ് ഉണ്ടായിട്ട് മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഈ PSA ടെസ്റ്റ് 10ന് മുകളിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മാത്രമല്ല ഒരു കാരണം. ഈ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു തെറ്റിദ്ധാരണയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാരണം ലൈംഗികമായിട്ടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുത്തരുത് എന്നുള്ളത്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം മാറാനായിട്ട് സഹായിക്കുന്നതാണ് തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസിയിലുള്ള ലൈംഗിക ബന്ധം. നമസ്കാരം. ഇന്നിപ്പോൾ നമ്മുടെ ന്യൂസിലൊക്കെ വൈറലായിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല. വിദേശത്തൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ 45-ഉം 40-ഉം കഴിഞ്ഞ ഇതിന് 35 കഴിഞ്ഞ ആളുകൾക്ക് പോലും പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രോസ്റ്റേറ്റ് വീക്കം അല്ലെങ്കിൽ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേഷ്യ അല്ലെങ്കിൽ ഹൈപ്പർട്രോഫി, ഇനി അതല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഈ വീക്കം മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇതെല്ലാം ഞാൻ ലളിതവും വിശദവുമായി വീഡിയോയിലൂടെ പറയാം. ഞാൻ ഡോക്ടർ അനുശ്രീ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ആൻഡ് സീനിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. പണ്ടൊക്കെ 60 വയസ്സ് കഴിഞ്ഞ ആളുകളിലും അതല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകളിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ 35 വയസ്സ് കഴിഞ്ഞവരിലും 40 വയസ്സ് കഴിഞ്ഞ മധ്യവയസ്കരിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഈ പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യമായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. പുരുഷന്മാരിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. ഇത് പുരുഷന്മാരുടെ മൂത്രനാളത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പ്രായമാവുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് വീക്കം വെക്കുന്ന സമയത്ത് ഈ മൂത്രനാളം ചുരുങ്ങുകയും മൂത്രമര്യാദയ്ക്ക് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പുറത്തേക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇത്തരത്തിൽ മൂത്രനാളത്തിലൂടെ മൂത്രം പുറത്തേക്ക് പോകാതെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് മൂത്രസഞ്ചി അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിൽ മൂത്രം കെട്ടിക്കിടക്കുകയും മൂത്രസഞ്ചിയിൽ ഒരുപാട് പ്രഷർ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് അവിടെയുള്ള പേശികൾക്ക് വീക്ക്നെസ് ഉണ്ടായിട്ട് മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇത്തരത്തിൽ മൂത്ര സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് മൂത്രം പെട്ടെന്ന് പിടിച്ചു വെക്കാൻ പറ്റാതാവുക, മൂത്രം ഒഴിക്കാൻ തുടങ്ങാനായിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഇനി അതല്ല മൂത്രം ഒഴിക്കുന്നതിനിടയ്ക്ക് വെച്ച് നിൽക്കുക, മൂത്രം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം തുള്ളിത്തുള്ളിയായിട്ട് പോവുക, പണ്ടത്തെ പോലെ പ്രഷർ കൂടുതലായിരിക്കില്ല, പ്രഷർ കുറഞ്ഞിട്ടായിരിക്കും മൂത്രം പോകുന്നത്. ഇനി ഇതല്ലാതെ തന്നെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയോട് അടുത്തുള്ളതാണ് നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗം. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മലബന്ധം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം മൂലം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഞാൻ പറയുന്ന ഈ ടെസ്റ്റുകളെ കുറിച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. സ്ത്രീകളിൽ നമ്മൾ സാധാരണയായിട്ട് കേൾക്കാറുണ്ട് മെനോപോസ് കഴിഞ്ഞ അല്ലെങ്കിൽ ആർത്തവ വിരാമമായ സ്ത്രീകൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മാമോഗ്രാം ചെയ്യണം എന്നുള്ളത്. അതായത് സ്തനാർബുദം, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാനായിട്ട്, അതുപോലെ തന്നെ സെർവിക്കൽ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് പാപ്സ്മിയർ ചെയ്യണമെന്നും പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ക്യാൻസർ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് PSA ടെസ്റ്റ്. ഈ PSA ടെസ്റ്റ് 10ന് മുകളിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വീക്കം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബയോപ്സി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ പ്രോസ്റ്റേറ്റിന് വരുന്ന എല്ലാ വീക്കങ്ങളും ക്യാൻസർ ആണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത് ചെറിയ രീതിയിൽ ബിനൈൻ, അതായത് ക്യാൻസർ അല്ലാത്ത രീതിയിലുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമാവാം. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മൂത്രാശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് മൂത്രം പിടിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ട്, മൂത്രം അറിയാതെ പോവുക, മൂത്രത്തിൻ്റെ പ്രഷർ കുറഞ്ഞിട്ട് പോവുക, ഇനി അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ പ്രശ്നമുള്ള ആളുകളൊക്കെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നം ഉണ്ടോ എന്നുള്ളതൊന്ന് ഒരു ഡോക്ടറെ കണ്ട് ഉറപ്പുവരുത്തുക. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാരണം ഒരുപാട് പുരുഷന്മാരിൽ ഉദാഹരണ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മാത്രമല്ല ഒരു കാരണം, നമുക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് വരാറുണ്ട്. ഡയബറ്റിസ്, ഷുഗർ ഉള്ള ആളുകളിൽ രക്തക്കുഴലിലൂടെ രക്തം നല്ല രീതിയിൽ പോവാത്തത് കൊണ്ട് നിങ്ങളുടെ ലിംഗത്തിലേക്ക് ബ്ലഡ് എത്താത്തത് കാരണം ഇത്തരത്തിൽ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതേപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ അളവ് കുറയുന്ന സമയത്ത്, ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് പുരുഷന്മാരിൽ ടെസ്റ്റിക്കിൾസ്, അതായത് വൃഷണത്തിൽ നിന്നും ടെസ്റ്റിക്കിൾ
ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. ഈ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചില ആളുകൾക്ക് മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിന്റെ കൂടുതലായിട്ടുള്ള ഒരു അവസ്ഥ കാരണം ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എപ്പോഴും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നം കാരണമാണ് ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് വിചാരിക്കരുത്. അതിന് കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നമുള്ള ആളുകൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, അമിതവണ്ണമുള്ള ആളുകൾക്ക് കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ പോവാത്ത ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതായത് സർക്കുലേഷൻ, രക്തപ്രവാഹം ശരിയാകാതെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പോൾ അതിനായിട്ട് വ്യായാമം ചെയ്യുന്നത് ഒരു ശീലമാക്കി മാറ്റുക. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. കാരണം ഇത്തരത്തിൽ മൂത്ര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഇൻഫെക്ഷൻ, മൂത്രാശയ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ള ആളുകളിലും ചില ഹോർമോണൽ ഇംബാലൻസ് കാരണം ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു 6 to 8 മണിക്കൂർ വരെയുള്ള ഉറക്കം ഉറപ്പാക്കുക. ഇനി ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോസ്റ്റേറ്റിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിന്റെ അളവ് കൂട്ടാനായിട്ടും സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പംകിൻ്റെ വിത്തുകൾ, അതായത് മത്തൻ വിത്തുകൾ, സൺഫ്ലവർ വിത്തുകൾ, നട്ട്സ് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ലൈക്കോപ്പിൻ ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിന് വളരെ നല്ലതാണ്. ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു തെറ്റിദ്ധാരണയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാരണം ലൈംഗികമായിട്ടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുത്തരുത് എന്നുള്ളത്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം മാറാനായിട്ട് സഹായിക്കുന്നതാണ് തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസിയിലുള്ള ലൈംഗിക ബന്ധം. അത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ പരിശോധനയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടും കോഴിക്കോട് നടക്കാവിലുമാണ് പരിശോധിക്കുന്നത്. നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫോൺ വിളിച്ച് പരിശോധിച്ച് മരുന്ന് അഡ്രസ്സിൽ അയച്ചു തരുന്നതാണ്. നമ്മൾ രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ രോഗലക്ഷണങ്ങളും ചോദിച്ചറിഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി രോഗനിർണ്ണയം നടത്തുകയും ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരിശോധനയുടെ ആവശ്യമായിട്ടോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇറ്റ്സ് മീ ഡോക്ടർ അനുശ്രീ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ആൻഡ് സീനിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.